24 വർഷങ്ങൾക്ക് ശേഷം മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ പ്രേക്ഷകർ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രിയ നടൻ മോഹൻലാൽ. രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത രാവണപ്രഭു എന്ന ചിത്രത്തിലാണ് മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികേയനെയും എനിക്ക് അവതരിപ്പിക്കാൻ അവസരം കൈവന്നത്. മംഗലശ്ശേരി നീലകണ്ഠൻ IV ശശി സാർ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ ഒരുക്കിയ കഥാപാത്രമായിരുന്നുവെങ്കിൽ നീലകണ്ഠനെയും കാർത്തികേയനെയും തിരക്കഥ രചിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിച്ചത് രഞ്ജിത്താണ്. ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച രാവണപ്രഭു 24 വർഷങ്ങൾക്ക് ശേഷം നൂതന ദൃശ്യ വിസ്മയമായി 4K അറ്റ്മോസ്ഫിയറിൽ എത്തുകയാണ്. ഒക്ടോബർ 10 പ്രദർശനത്തിലെത്തുന്ന ഈ ചിത്രത്തിൻ്റെ പുതിയ പതിപ്പ് അന്നത്തെ പോലെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കും മാറ്റിനി നൗവിനും അഭിനന്ദനങ്ങൾ. നൂതന ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി 4K അറ്റ്മോസിൽ ഒക്ടോബർ 10 രാവണപ്രഭു വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ജനപ്രിയരായ മംഗലശ്ശേരി നീലകണ്ഠനും കാർത്തികേയനും മുണ്ടക്കൽ ശേഖരനുമൊക്കെ പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം 4K അറ്റ്മോസിൽ എത്തിക്കുന്നത് മാറ്റിനി നൗ എന്ന കമ്പനിയാണ്. ഇപ്പോഴിതാ റീ റിലീസിന് മുന്നോടിയായി വീഡിയോ സന്ദേശവുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. 24 വർഷങ്ങൾക്ക് ശേഷം രാവണപ്രഭു വീണ്ടും എത്തുമ്പോൾ അന്നത്തെ പോലെ ഇന്നും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നും മോഹൻലാൽ വീഡിയോയിലൂടെ പറഞ്ഞു. വമ്പൻ റിലീസ് തന്നെ സിനിമയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചോട്ടാ മുംബൈ പോലെ രാവണപ്രഭുവിനും റീ റിലീസിൽ തരംഗമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 2001 രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ രാവണപ്രഭു തിയേറ്ററുകളിലെത്തിയത്. മോഹൻലാലിന്റെ എവർ ക്ലാസിക് ചിത്രമായ ദേവാസുരത്തിന്റെ 2ാം ഭാഗമായിരുന്നു ഇത്. മംഗലശ്ശേരി നീലകണ്ഠൻ, കാർത്തികേയൻ എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലായിരുന്നു നടൻ സിനിമയിലെത്തിയത്. വസുന്ധര ദാസ്, രേവതി, ഇന്നസെന്റ്, നെപ്പോളിയൻ, വിജയരാഘവൻ, NF വർഗീസ്, സായ് കുമാർ, സിദ്ദിഖ്, മനോജ് K ജയൻ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, സുകുമാരി, മഞ്ജു പിള്ള തുടങ്ങിയവരായിരുന്നു സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.